സമോസ റെഡി ആയിരിക്കുകയാണ്. സൂപ്പറാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച ഈ ചാനലിൽ നമ്മൾ പുതുതായിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. 4 മണി പലഹാരം എന്ന് വെച്ചാൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമൂസ, അതേപോലെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കടികളുണ്ടാകും. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ സമൂസ. ആ സമൂസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ചാനലിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഉണ്ടാക്കാൻ പോകുന്ന സമൂസയ്ക്ക് എന്തെല്ലാം വേണമെന്നുള്ള ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനം: 1 കപ്പ് മൈദ, മല്ലി പൊടിച്ചത്, ഗരം മസാലപ്പൊടി, കറിവേപ്പില, ഒരു ഉള്ളി 3 എണ്ണം, കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ഒരു 3 4, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയ 2 കോഴിമുട്ട. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈദ നല്ലപോലെ കുഴച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് മൈദ ഞാൻ എടുത്തത്. അല്പം ഉപ്പ്, പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴക്കുന്നത്. സാധാ പച്ചവെള്ളമാണ്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വെച്ചാൽ മതി. അധികം ഓവർ ലൂസാവാൻ പാടില്ല. ഒരൊത്ത പാകത്തിന് മൈദ കുഴച്ചെടുക്കണം. അപ്പോൾ ലേശിച്ച് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ കുഴയണം. അപ്പോഴാണ് നമുക്ക് പരത്തിയെടുക്കാൻ നല്ലൊരു സുഖമായിട്ട് പരത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ടൈറ്റായി പോയി കഴിഞ്ഞാൽ പരത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ ഏകദേശം റെഡിയായിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. നല്ലപോലെ കുഴയണം. കുഴഞ്ഞിട്ടില്ലെങ്കിൽ പരത്താൻ പ്രയാസമായിരിക്കും. ഇതാട്ടോ, ഇങ്ങനെ കുഴിച്ചാൽ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് മാവ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ടത് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് എന്താക്കും, അത്യാവശ്യം ഒരു 10-20 സമൂസകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. മുട്ടയുണ്ട്. മുട്ട ഇവിടെ 3 മുട്ട പുഴുങ്ങിയ മുട്ടയുണ്ട്. അപ്പോൾ മുട്ട ഇതിൽ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സവാള അത് കത്തിച്ചിടണം. ഉള്ളി ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നൈസായിട്ട്. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ ഉള്ളി വാടി കിട്ടാൻ താമസം എടുക്കും. അതുകൊണ്ട് എല്ലാവരും കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമായ പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, ഓവർ വലിപ്പം ആക്കാൻ പാടില്ല. അങ്ങനെ പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ രൂപത്തിലാണ് പച്ചമുളക് കട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ചേർക്കുക. എന്താ വെച്ചാൽ ഇത് സെപ്പറേറ്റ് വാട്ടേണ്ട ആവശ്യമില്ല. ഒരേ സമയം തന്നെ വാടി കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് ആവശ്യമായ മുട്ട ഒരു 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുഴുങ്ങി വെച്ച മുട്ടയാണ്. അപ്പോൾ നിങ്ങൾക്കിത് വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 4 കഷ്ണമാക്കാം. ഇപ്പോൾ ഞാനിവിടെ 8 കഷ്ണമാക്കിയിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ചിട്ട് മുട്ട വലുതാക്കി മുറിക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ച മുട്ടയാണിത്. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ 8 പീസ്, ഒരു മുട്ടയിൽ നിന്ന് 8 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച ഉള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അധികം ഓവർ ഇതാവണ്ട, വഴറ്റണ്ട. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഉള്ളി പെട്ടെന്ന് കുറച്ച് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഓവർ ചൂട് വേണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പാകം ചെയ്തെടുക്കാം.
കറിവേപ്പില എടുത്തായിട്ട്, നാടൻ കറിവേപ്പിലയാണ്. ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഓവർ വേണ്ട, ഒരു കറിവേപ്പില മതി. നല്ലപോലെ മിക്സ് ചെയ്യാം. അടുത്തേക്ക് മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ. ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ സമൂസയുടെ അച്ചുണ്ടല്ലോ, പുതിയതൊക്കെ വാങ്ങാൻ കിട്ടും, സാധാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറിയ അച്ചുകളുണ്ട്. ആ അച്ചുണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സമൂസ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി ഒരു അല്പം കൂടെ വാടിയെടുത്താൽ നമ്മൾ മസാല റെഡിയായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മസാല റെഡിയായിട്ടുണ്ട്. അധികം ഓവർ വാടാതെ ഈ ഒരു രൂപത്തിൽ നമ്മൾ മസാല നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഒരു സൈഡിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മൈദ പാകമായിട്ടുണ്ട്, നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും സ്വല്പം എടുത്ത് ഇത്ര എടുത്ത് നല്ലതുപോലെ ഈ ഒരു രൂപത്തിൽ പരത്തിയെടുത്ത് ശേഷം മൈദയിൽ ഇതേപോലെ ഇങ്ങനെ മുക്കി പ്രസ്സില്ല, നമ്മൾ സാധാ കല്ലാണിത്, പത്തിരിയൊക്കെ പറ്റുന്നത്, അതിൽ വെച്ചിട്ട് നല്ലതുപോലെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതേ ഒരു കട്ടിയിൽ മാവ് പരത്തിയെടുക്കുക. അതിനുശേഷം ആവശ്യമായ രീതിയിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മൾക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന അച്ച്, ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മൈദ ഇതേപോലെ വെച്ച് ഇത് പല ഷേപ്പിലും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണം തയ്യാറാക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാല സ്വല്പം കുറച്ചായിട്ട് ഓരോ സ്പൂൺ എടുത്ത് മസാല ലേശം കോരി ഇതേപോലെ നമ്മൾ സമൂസയിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതുപോലെ നല്ലപോലെ കട്ട് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പോടില്ല. മൈദ നല്ലപോലെ കൂടി കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ ഉള്ളിൽ കിടക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ സമൂസ
ഇതേപോലെ മസാല ഒക്കെ നിറച്ച് ഫില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ഏകദേശം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കും. നല്ലതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റുന്നതാണ്. അധികം ഓവർ ഫ്രൈ ആവരുത്. ഫ്രൈ ആയാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു ഏകദേശം ഒരു സ്വർണ്ണ കളർ ആ കളറാകുമ്പോൾ നമ്മളിതെടുത്ത് മാറ്റേണ്ടതാണ്. ഇതുപോലെ നല്ലപോലെ പൊന്തി വരും. നിങ്ങൾ കാണുന്നുണ്ടാവും, വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ നല്ല പൊന്തി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളെ സമൂസ റെഡി ആയിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മളിത് ഒന്ന് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലോട്ട് മാറ്റി അടുത്തായിട്ട് നമ്മളെ സമോസ റെഡി ആയിരിക്കുകയാണ്. സൂപ്പറാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും എന്താ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ ടൈമിൽ, ഏറ്റവും ചുരുങ്ങിയ ടൈമിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നത്. അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.